ഹലോ ഓൾ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെജോറിറ്റീസിനെ കുറിച്ചാണ്. എൻ്റെ പേര് ജിതിൻ ആൻഡ് ഐ എം യുവർ പൊളിറ്റി ഫാക്കൽറ്റി. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് മെജോറിറ്റി? സോ മെജോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാം, ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ലോ പാസ്സാക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് വോട്ട്സിനെ പറയുന്ന പേരാണ് മെജോറിറ്റി. സോ എന്താണ് മെജോറിറ്റി? ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ലോ, അതുമല്ലെങ്കിൽ ഒരു ബില്ല്, ഇത് പാസ്സാക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് വോട്ട്സ്, ആ മിനിമം നമ്പർ ഓഫ് വോട്ട്സിനെയാണ് മെജോറിറ്റി എന്ന് എന്ത് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ 4 ടൈപ്പ് ഓഫ് മെജോറിറ്റീസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, ഇഫക്റ്റീവ് മെജോറിറ്റി ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് മെജോറിറ്റീസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 4 ടൈപ്പ് ഓഫ് മെജോറിറ്റീസിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, ഇഫക്റ്റീവ് മെജോറിറ്റി ആൻഡ് സ്പെഷ്യൽ മെജോറിറ്റി. നമുക്ക് ഈ 4 മെജോറിറ്റീസും എന്താണെന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ മെജോറിറ്റി. എന്താണ് സിമ്പിൾ മെജോറിറ്റി? സോ സിമ്പിൾ മെജോറിറ്റിയെ ഓർഡിനറി മെജോറിറ്റി എന്നും ഫങ്ഷണൽ മെജോറിറ്റി എന്നും വർക്കിംഗ് മെജോറിറ്റി എന്നും വിളിക്കാറുണ്ട്. സിമ്പിൾ മെജോറിറ്റിയെ നമ്മൾ ഓർഡിനറി മെജോറിറ്റി എന്നും ഫങ്ഷണൽ മെജോറിറ്റി എന്നും അതുപോലെ തന്നെ വർക്കിംഗ് മെജോറിറ്റി എന്നും വിളിക്കാറുണ്ട്. സോ എന്താണ് സിമ്പിൾ മെജോറിറ്റി? സിമ്പിൾ മെജോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ മെജോറിറ്റി ആണെന്ത് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. സോ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു ഹൗസിൽ, സോ ആസ് യു ഓൾ നോ, പാർലമെന്റിൽ നമുക്ക് 2 ഹൗസസ് ആണുള്ളത്. പാർലമെന്റിൽ നമുക്ക് 2 ഹൗസസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ലോക്സഭ, മറ്റൊന്ന് രാജ്യസഭ. സോ ലോക്സഭയാണ് ലോവർ ഹൗസ്, രാജ്യസഭയാണ് അപ്പർ ഹൗസ്. സോ പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു ഹൗസിൽ, ലോക്സഭ ആയിക്കോട്ടെ രാജ്യസഭ ആയിക്കോട്ടെ, സോ ഒരു ഹൗസിൽ പ്രസന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ള മെമ്പേഴ്സിന്റെ മെജോറിറ്റിയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, സപ്പോസ് ലോക്സഭയുടെ കേസ് എടുക്കുക. സോ നമുക്കറിയാം ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 അല്ലെങ്കിൽ 543 ആണ്. സോ ഈ 543 മെമ്പേഴ്സിൽ ഒരു ദിവസം, സപ്പോസ് ഇന്നത്തെ ഒരു ദിവസം ഒരു 500 മെമ്പേഴ്സ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. സോ എത്ര മെമ്പേഴ്സാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്? 500 മെമ്പേഴ്സ് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ 543 ടോട്ടൽ സ്ട്രെങ്ത് ഉള്ള ലോക്സഭയിലെ 500 മെമ്പേഴ്സ് മാത്രമേ ഇന്നത്തെ ദിവസം പ്രസന്റ് ആയിട്ടുള്ളൂ. ആൻഡ് അതിൽ തന്നെ സോ ഇന്നത്തെ ഒരു ദിവസം സപ്പോസ് ഒരു ബില്ല് നമ്മുടെ ലോക്സഭയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഏതെങ്കിലും ഒരു ബില്ല് ലോക്സഭയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ലോക്സഭയിൽ അതിനെ ചൊല്ലിയുള്ള ഡിബേറ്റ് നടക്കുന്നു, അതായത് ചർച്ച നടക്കുന്നു. ആൻഡ് ചർച്ചയ്ക്ക് ശേഷം ഈ ഒരു ബില്ല് പാസ്സാക്കണമോ വേണ്ടയോ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യുന്നു, നേരെ വോട്ടിങ്ങിലേക്ക് പോകുന്നു. സോ ഈ ഒരു ബില്ലിന്റെ വോട്ടിങ്ങിൽ അന്നത്തെ ദിവസം പ്രസന്റ് ആയിട്ടുള്ള ഈ 500 മെമ്പേഴ്സിലെ 20 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, വിട്ടു നിൽക്കുന്നു, അതായത് അബ്സ്റ്റെയിൻ ചെയ്യുന്നു. സോ 500 മെമ്പേഴ്സാണ് ആ ഹൗസിൽ ഇപ്പോഴുള്ളത്. പക്ഷേ 500 മെമ്പേഴ്സിൽ 20 മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, വോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വോട്ടിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വിട്ടു നിൽക്കുന്നു. സോ ഈ ഒരു കേസിൽ ബാക്കിയുള്ള പ്രസന്റും വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സ് എത്ര പേരാണ്? അതായത് പ്രസന്റ് ആയിട്ടുള്ളതും വോട്ട് ചെയ്യുന്നവരായിട്ടുള്ള മെമ്പേഴ്സ് എത്രയാണ്? 500-ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 480. സോ ആ ഒരു ഹൗസിൽ ആ ഒരു ടൈമിൽ പ്രസന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ള മെമ്പേഴ്സിന്റെ എണ്ണം 480 ആണ്. സോ ഈ 480ന്റെ മെജോറിറ്റി, അതായത് 50%, സോ 50% ഓഫ് ഈ 480 പ്ലസ് 1, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സിമ്പിൾ മെജോറിറ്റി. സോ എന്താണ് സിമ്പിൾ മെജോറിറ്റി? ഒരു ഹൗസിൽ പ്രസന്റ് ആയിട്ടുള്ളതും വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ള മെമ്പേഴ്സിന്റെ 50% പ്ലസ് 1, ഇതിനെയാണ് നമ്മൾ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ ഇവിടുത്തെ സിമ്പിൾ മെജോറിറ്റി എത്രയാണ്? 50% ഓഫ് 480, അതായത് 240 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 241. സോ 241 മെമ്പേഴ്സാണ് ഇപ്പോഴത്തെ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. സോ സിമ്പിൾ മെജോറിറ്റി ഇത്രയേ ഉള്ളൂ. ഒരു ഹൗസിൽ അന്നേ ദിവസം പ്രസന്റ് ആയിട്ടുള്ളതും വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നതുമായിട്ടുള്ള മെമ്പേഴ്സിന്റെ മെജോറിറ്റി 50% പ്ലസ് 1, ഇതിനെയാണ് സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ കേസസിലാണ് സിമ്പിൾ മെജോറിറ്റി ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ,
ഓർഡിനറി ബിൽസ്, മണി ബിൽസ്, ഫൈനാൻഷ്യൽ ബിൽസ്. ഈ 3 ബില്ലുകളും പാസ്സാക്കാനായിട്ട് സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. ഒരു ഹൗസിൽ പ്രസൻറ്റും വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ സിമ്പിൾ മെജോറിറ്റി, അതായത് 50% +1, അത് മാത്രമേ ഈ 3 ബിൽസും പാസ്സാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഈ 3 ബിൽസിനെ കുറിച്ചും, ഓർഡിനറി ബിൽസ്, മണി ബിൽസ്, ഫൈനാൻഷ്യൽ ബിൽസ്, ഈ 3 ബിൽസിനെ കുറിച്ചും പാർലമെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അടുത്തതാണ് നോ കോൺഫിഡൻസ് മോഷന്റെ പാസേജിന് വേണ്ടിയിട്ട്, അതായത് അവിശ്വാസ പ്രമേയം. ഒരു ഗവൺമെന്റിനെതിരെ ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു അവിശ്വാസ പ്രമേയം പാസ്സാകാനും എന്ത് മാത്രം മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ്, ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്, ആർട്ടിക്കിൾ 3. ആർട്ടിക്കിൾ 3ൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 3ൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പേര് ഇത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിന് ഒരു നിയമം പാസ്സാക്കണമെങ്കിലും അതിനെന്ത് മാത്രം മതി? സ്പെഷ്യൽ മെജോറിറ്റിയുടെ മാത്രം ആവശ്യമേ ഈ ഒരു കേസിലും ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്റ്റേറ്റുകളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോ, അതായത് ക്രിയേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിനെ അബോളിഷ് ചെയ്യുന്നതിനോ പാർലമെന്റ് എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. സോ നമ്മുടെ പാർലമെന്റിൽ എന്തുണ്ട്? 2 ഹൗസസ് ഉണ്ട്, ലോക്സഭയുണ്ട്, അതുപോലെ തന്നെ രാജ്യസഭയുണ്ട്. ഇതേപോലെ തന്നെ ചില സ്റ്റേറ്റുകളിലെ ലെജിസ്ലേച്ചറിനും 2 ഹൗസസ് ഉണ്ട്. സോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എടുത്തു കഴിഞ്ഞാൽ, അതായത് സ്റ്റേറ്റുകളുടെ ലെജിസ്ലേച്ചർ എടുത്തു കഴിഞ്ഞാൽ ചില സ്റ്റേറ്റുകൾക്ക് എന്തുണ്ട്? ലെജിസ്ലേച്ചറിൽ 2 ഹൗസസ് ഉണ്ട്. ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിലും കാണും, ലെജിസ്ലേറ്റീവ് അസംബ്ലിയും കാണും. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് നിയമസഭയാണ്. സോ നമ്മുടെ കേരളത്തിൻ്റെ കേസിൽ നമുക്ക് എന്തേ ഉള്ളൂ? ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സ്റ്റേറ്റുകളിൽ അവിടെ 2 ഹൗസസ് ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ലെജിസ്ലേറ്റീവ് കൗൺസിൽസും ഉണ്ട്. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ക്രിയേറ്റ് ചെയ്യാനും അബോളിഷ് ചെയ്യാനുള്ള പവർ പാർലമെന്റിന്റെ കയ്യിലുണ്ട്. സോ പാർലമെന്റിന് ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് അബോളിഷ് ചെയ്യാനോ ആയിട്ടൊരു ലോ പാസ്സാക്കണമെങ്കിൽ അതിനും എന്ത് മാത്രം മതി? അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ അതിനും എന്ത് മാത്രം മതി? സിമ്പിൾ മെജോറിറ്റിയുടെ മാത്രമേ ആവശ്യമുള്ളൂ. സോ ഇതൊക്കെയാണ് സിമ്പിൾ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള കേസസ്, കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന സിമ്പിൾ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള കേസസ്. അടുത്തതാണ് ഇഫക്റ്റീവ് മെജോറിറ്റി. സോ ഇഫക്റ്റീവ് മെജോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹൗസിൻ്റെ വേക്കൻസി ഒഴിച്ചു നിർത്തിയിട്ടുള്ള സ്ട്രെങ്ത്, അതിനെയാണ് ഇഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രാജ്യസഭയുടെ കേസ് എടുക്കാം. സോ രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 245, 245 രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ട്രെങ്തിൽ സപ്പോസ് രാജ്യസഭയിലുള്ള ചില മെമ്പേഴ്സിൻ്റെ ടേം എന്ത് ചെയ്തു? എക്സ്പയർ ആയി, കാലാവധി കഴിഞ്ഞെന്ന് വിചാരിക്കുക. അവർ 6 വർഷം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. സോ അങ്ങനെ ഒരു 5 മെമ്പേഴ്സ് എന്ത് ചെയ്തു? റിട്ടയർ ആയി. ആ 5 മെമ്പേഴ്സിൻ്റെ സീറ്റ്സും എന്താണ്? വേക്കൻ്റ് ആണ്. സോ 5 വേക്കൻറ്റ് സീറ്റ്സ് ആണ് ഇപ്പോൾ രാജ്യസഭയിൽ ഉള്ളത്. സോ ഈ 5 സീറ്റ്സിലേക്കും എന്ത് നടന്നിട്ടില്ല? തൽക്കാലം ഇലക്ഷൻസ് നടന്നിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള രാജ്യസഭയുടെ ഇഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു വേക്കൻസി മാറ്റി നിർത്തി ടോട്ടൽ സ്ട്രെങ്തിൽ നിന്ന് വേക്കൻസി മാറ്റിക്കഴിഞ്ഞാൽ, ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 245 ആണ്, അതിൽ നിന്ന് വേക്കൻസി മാറ്റിക്കഴിഞ്ഞാൽ 240. ഇതാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഇഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടോട്ടൽ സ്ട്രെങ്തിൽ നിന്ന് എന്ത് ചെയ്യുക? വേക്കൻസികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യുക. സോ 240 ആണ് ഇപ്പോഴത്തെ ഇഫക്റ്റീവ് സ്ട്രെങ്ത്. സോ അങ്ങനെ ഒരു ഹൗസിൻ്റെ ഇഫക്റ്റീവ് സ്ട്രെങ്തിൻ്റെ മെജോറിറ്റിയാണ് നമ്മൾ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ രാജ്യസഭയുടെ ഇഫക്റ്റീവ് മെജോറിറ്റി എന്തായിരിക്കും? സോ ഈ ഒരു കേസിൽ രാജ്യസഭയുടെ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 240യുടെ 50%. സോ 50% ഓഫ് 240 + 1, അതായത് ഈ ഒരു കേസിൽ 120 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 121. സോ ഈ ഒരു കേസിൽ രാജ്യസഭയുടെ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത് 121 ആയിരിക്കും. ഇതാണ് ഇഫക്റ്റീവ് മെജോറിറ്റി. സോ എന്താണ് ഇഫക്റ്റീവ് മെജോറിറ്റി? ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൽ നിന്ന് ആ ഹൗസിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് എന്ത്? ഇഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ഇഫക്റ്റീവ് സ്ട്രെങ്തിൻ്റെ മെജോറിറ്റി, അതായത് 50% + 1, അതിനെയാണ് നമ്മൾ ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് ഇഫക്റ്റീവ് മെജോറിറ്റി. ഇനി എവിടെയൊക്കെയാണ് നമുക്ക് ഈ ഇഫക്റ്റീവ് മെജോറിറ്റിയുടെ ആവശ്യം വരുന്നത്? സോ ഏതൊക്കെ കേസസിലാണ് നമുക്ക് ഈ ഇഫക്റ്റീവ് മെജോറിറ്റിയുടെ ആവശ്യം വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് കേസാണ്
രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ വരുമ്പോൾ നമുക്കറിയാം രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാനായിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. രാജ്യസഭയുടെ ചെയർമാനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കാനായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നമുക്ക് രാജ്യസഭയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റൂ. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു റെസൊല്യൂഷൻ രാജ്യസഭയിൽ പാസ്സാകണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇഫക്റ്റീവ് മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. രാജ്യസഭയിൽ ഉള്ള ടോട്ടൽ സ്ട്രെങ്ത് ആയിട്ടുള്ള 245 നിന്ന് വേക്കൻസീസ് മാറ്റി നിർത്തിയിട്ടുള്ള ഇഫക്റ്റീവ് സ്ട്രെങ്തിൻ്റെ 50%+1 ഉണ്ടെങ്കിൽ മാത്രമേ വൈസ് പ്രസിഡന്റിനെ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ, അതായത് രാജ്യസഭയുടെ ചെയർമാനെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്യുള്ളൂ? രാജ്യസഭയിൽ പാസ്സാകുകയുള്ളൂ. ആ ഒരു കേസിൽ നമുക്ക് എന്ത് വേണം? ഇഫക്റ്റീവ് മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ റിമൂവ് ചെയ്യണമെങ്കിലും രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? രാജ്യസഭയിൽ തന്നെയുള്ള ഒരു മെമ്പറിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? രാജ്യസഭാ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഡെപ്യൂട്ടി ചെയർമാനായിട്ട് ഇലക്ട് ചെയ്യുന്നത് ഇലക്ഷൻ വഴി. അങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ട ഒരു രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? ഇഫക്റ്റീവ് മെജോറിറ്റിയുടെ ആവശ്യമുണ്ട്. അതുകൂടാതെ നമ്മുടെ ലോക്സഭയുടെ സ്പീക്കറിനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിനെയും റിമൂവ് ചെയ്യണമെങ്കിൽ ലോക്സഭയിലും എന്താവശ്യമുണ്ട്? ഇഫക്റ്റീവ് മെജോറിറ്റി ആവശ്യമുണ്ട്. ഇഫക്റ്റീവ് മെജോറിറ്റി എന്താണ്? ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിൽ നിന്ന് ആ ഒരു ഹൗസിലുള്ള വേക്കൻസീസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇഫക്റ്റീവ് സ്ട്രെങ്തിന്റെ 50%+1. 50%+1 അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഇഫക്റ്റീവ് മെജോറിറ്റി. ഈ വർഷത്തെ SSC MDSന്റെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. May 7 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു ലൈവ് ബാച്ച് ആയിരിക്കും. ആൻഡ് എല്ലാ ലൈവ് ക്ലാസ്സസിൻ്റെയും റെക്കോർഡിങ്സും നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. 250+ അവേഴ്സ് 250ലധികം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇത് കൂടാതെ നിങ്ങൾക്ക് ദിശയുടെ തന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സസിൻ്റെ 300+ അവേഴ്സ് ഉള്ള ഫൗണ്ടേഷൻ കോഴ്സസും എന്തായിരിക്കും ഇതിനോടൊപ്പം ഫ്രീ ആയി അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഈ ഒരു കോഴ്സിൽ മെൻറ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ദിശയിൽ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം SSC MTSന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. അടുത്ത ടൈപ്പ് ഓഫ് മെജോറിറ്റിയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. എന്താണ് അബ്സല്യൂട്ട് മെജോറിറ്റി? അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 50%. മെജോറിറ്റി ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മെജോറിറ്റി എന്താണ്? ഒരു ഹൗസിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പ് എത്രയാണോ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ അതിൻ്റെ മെജോറിറ്റി, അതായത് 50%+1, അതിനെയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മെജോറിറ്റി നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ നമ്മൾ വേക്കൻസീസോ അവിടെ നമ്മൾ വേക്കൻറ്റ് സീറ്റോ അല്ലെങ്കിൽ ആബ്സെൻറ്റീസിനും എന്ത് ചെയ്യില്ല? ഇൻക്ലൂഡ് ചെയ്യാറില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോക്സഭയുടെ കേസ് എടുക്കുക. ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്? 543 അല്ലെങ്കിൽ 543 ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത്. ഈ ഒരു ടോട്ടൽ സ്ട്രെങ്തിൻ്റെ മെജോറിറ്റി, അതായത് 50%. 50% ഓഫ് 543+1, അതായത് 273. ഇതായിരിക്കും ലോക്സഭയുടെ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് അബ്സല്യൂട്ട് മെജോറിറ്റി? ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണോ ആ ഒരു ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50%+1, അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ലോക്സഭയുടെ കേസ് ആണെങ്കിൽ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 543 അല്ലെങ്കിൽ 543 ആണ്. 543ന്റെ 50%+1, അതായത് 273 ആണ് ലോക്സഭയുടെ കേസിൽ അബ്സല്യൂട്ട് മെജോറിറ്റി ആയിട്ട് വരുന്നത്. ഇനി രാജ്യസഭയുടെ കേസ് എടുക്കാം. രാജ്യസഭയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ രാജ്യസഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 245 ആണ്. 245ന്റെ 50%. 50% ഓഫ് 245+1, that is 123. 123 ആയിരിക്കും എന്ത്? രാജ്യസഭയുടെ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. രാജ്യസഭയുടെ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട്
കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴും ഒരു 0.5 ആയിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. പക്ഷെ നമുക്ക് 0.5 വോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോട്ടിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മളിതിനെ തൊട്ടടുത്ത റൗണ്ട് ഫിഗറിലേക്ക് എന്ത് ചെയ്യും, റൗണ്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതിനകത്തെല്ലാം ഒരു ഡെസിമൽ 0.5ന്റെ കാൽക്കുലേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ട്. സോ റൗണ്ട് ഓഫ് ചെയ്തിട്ടുള്ള റൗണ്ട് ഫിഗേഴ്സ് ആണ് ഈ ഒരു 273ഉം 123ഉം. ഇതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും ഈ അബ്സല്യൂട്ട് മെജോറിറ്റി യൂസ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഈ അബ്സല്യൂട്ട് മെജോറിറ്റി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെൻറ്ററിലും അതുപോലെ തന്നെ സ്റ്റേറ്റിലും ഗവൺമെൻറ് ഫോർമേഷന് വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മുടെ ലോക്സഭയിൽ 543 സീറ്റ്സ് ഉണ്ട്. ഈ 543 സീറ്റ്സിൽ 273 സീറ്റ്സിലെങ്കിലും മെജോറിറ്റി ഉള്ള പാർട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് പറ്റൂ. സോ ലോക്സഭയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗവൺമെൻറ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടികളുടെ കോയിലിഷൻസിന് എന്ത് വേണം, മിനിമം 273 സീറ്റ്സിൻ്റെ എന്തുണ്ട് ആവശ്യമുണ്ട്. സോ ഇങ്ങനത്തുള്ള കേസസിൽ സെൻറ്ററിലും സ്റ്റേറ്റിലും ഗവൺമെൻറ് ഫോർമേഷന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അബ്സല്യൂട്ട് മെജോറിറ്റി യൂസ് ചെയ്യാറുള്ളത്. സോ അടുത്ത ടൈപ്പ് ഓഫ് മെജോറിറ്റി ആണ് സ്പെഷ്യൽ മെജോറിറ്റി. സോ സ്പെഷ്യൽ മെജോറിറ്റി തന്നെ പല ടൈപ്പ് ഉണ്ട്. സോ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇതിന് പേരൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പഠിപ്പിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 1. സോ ടൈപ്പ് 1 സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് നോക്കാം. സോ ടൈപ്പ് 1 സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു ഹൗസിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ, അതായത് ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 2/3 മെജോറിറ്റിയാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അതായത് ലോക്സഭയുടെ കേസാണെങ്കിൽ, ലോക്സഭയാണ് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 543 ആണ്. സോ ഈ 543യുടെ 2/3, അതായത് 2/3 ഓഫ് 543 പ്ലസ് 1 ഇതായിരിക്കും എന്ത് ചെയ്യുന്നത്, ലോക്സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് വരുന്നത്. സോ ലോക്സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റി. സോ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 1. സോ ലോക്സഭയിൽ ഈ ടൈപ്പ് 1 സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, 2/3 ഇൻറ്റു ടോട്ടൽ സ്ട്രെങ്ത് 543 പ്ലസ് 1 ഇതായിരിക്കും എന്ത്, ലോക്സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 1 അല്ലെങ്കിൽ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 2/3 മെജോറിറ്റി ഏതൊക്കെ കേസസിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. സോ മെയിൻ ആയിട്ട് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 1, അതായത് ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 2/3 മെജോറിറ്റി, ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 2/3 മെജോറിറ്റി എപ്പോഴാണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആർട്ടിക്കിൾ 61 പറയുന്ന പ്രൊസീജിയേഴ്സ് പ്രകാരം, ആർട്ടിക്കിൾ 61 ആണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സിൽ 2 ഹൗസസിലും എന്ത് വേണം, ഈ ഒരു മെജോറിറ്റി വേണം. അതായത് ഓരോ ഹൗസിലും ആ ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 2/3 മെജോറിറ്റീസ് എന്ത് ചെയ്യണം, ആ ഒരു ഹൗസിൽ ഒബ്റ്റെയിൻ ചെയ്യണം. സോ പ്രസിഡന്റിനെ നമുക്ക് ഇംപീച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ ഹൗസിലും, ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റെസല്യൂഷൻ എന്ത് ചെയ്യണം, ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ, ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 2/3 മെജോറിറ്റിയിൽ പാസ്സാകണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 1 എന്ന് പറയുന്നത്. അടുത്തതാണ് സ്പെഷ്യൽ മെജോറിറ്റി ടൈപ്പ് 2. സോ ടൈപ്പ് 2 സ്പെഷ്യൽ മെജോറിറ്റി എന്താണെന്ന് നോക്കാം. സോ ടൈപ്പ് 2 സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ്. സോ ഒരു ഹൗസിൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റി, അതായത് ഇപ്പോൾ ലോക്സഭ എടുത്തു കഴിഞ്ഞാൽ ലോക്സഭയിലെ ടോട്ടൽ മെമ്പർഷിപ്പ് 543, അതിൻ്റെ മെജോറിറ്റി മീൻസ് 50%. സോ 50% ഓഫ് 543. സോ 543യുടെ 50% ആൻഡ് അത് കൂടാതെ ആ ഒരു ഹൗസിൽ പ്രസൻറ്റും വോട്ടിങ്ങും ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി. സോ ഇതിനെയാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റി ഏതൊക്കെ കേസസിൽ ആവശ്യമാണോ ആ ഒരു കേസസിൽ, ആ ഒരു ഹൗസിൽ, ഇപ്പോൾ ലോക്സഭയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോക്സഭയിൽ ഇങ്ങനൊരു കേസിൽ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഹൗസിൽ വോട്ടിംഗ് നടക്കുമ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ളതും
അതുപോലെ തന്നെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി ആവശ്യമാണ്. സോ എത്ര പേരാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വോട്ടിങ്ങിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത്രയും മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി എന്ത് ചെയ്യണം, ആവശ്യമാണ്. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന 2/3 മെജോറിറ്റി, സോ പ്രസൻ്റ് ആയിട്ടുള്ളതും വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി കിട്ടണം. ആൻഡ് ഈ ഒരു നമ്പർ, അതായത് ഈ ഒരു 2/3 മെജോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിനെക്കാളും, അതായത് ടോട്ടൽ സ്ട്രെങ്തിൻ്റെ മെജോറിറ്റി ആയിരിക്കണം. അതായത് ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% കൂടുതൽ എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം. സോ 50% ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റി ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റി ആവശ്യമുള്ള കേസസിൽ എന്താണ് വേണ്ടത്, ആ ഒരു ഹൗസിൽ അന്നേ ദിവസം പ്രസൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വോട്ട് ചെയ്യുകയും ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി ആവശ്യമാണ്. ആൻഡ് ഈ കിട്ടുന്ന വാല്യൂ, അതായത് ഈ 2/3 മെജോറിറ്റിയിൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% കൂടുതലായിരിക്കണം. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന 1 ടൈപ്പ് ഓഫ് സ്പെഷ്യൽ മെജോറിറ്റി. സോ ഒരു ഹൗസിൽ പ്രസൻറ്റും വോട്ടിങ്ങും ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി. ആൻഡ് ഈ ഒരു വാല്യൂ, അതായത് ഈ ഒരു 2/3 മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% കൂടുതലും ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റിയുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയുള്ളൂ. ഇനി ഏതൊക്കെ കേസസിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റി ആവശ്യമായിട്ടുള്ളത്? ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ്സ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ 3 രീതിയിൽ അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അമെൻമെൻറ്റ് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ ചേഞ്ച് ചെയ്യുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, പുതുതായിട്ടൊരു പ്രൊവിഷൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻസിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തുക. അതിനെയാണ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 3 രീതിയിൽ അമെൻഡ് ചെയ്യാം. സിമ്പിൾ മെജോറിറ്റി യൂസ് ചെയ്ത് അമെൻഡ് ചെയ്യാം. അതുകൂടാതെ ആർട്ടിക്കിൾ 368 പറയുന്ന 2 രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആർട്ടിക്കിൾ 3, സോ സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ അടുത്തതായിട്ട് പറയാൻ പോകുന്ന സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യുമ്പോൾ സിമ്പിൾ മെജോറിറ്റിയോ അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ടൈപ്പ് 3 സ്പെഷ്യൽ മെജോറിറ്റിയോ അല്ലാതുള്ള ബാക്കി എല്ലാ കേസസിലും നമുക്ക് എന്തായിരിക്കും, ഈ ഒരു മെജോറിറ്റി ആയിരിക്കും ആവശ്യമായിട്ടുള്ളത്. സോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി ആവശ്യമുള്ളതും അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3, അടുത്തതായിട്ട് പറയാൻ പോകുന്ന സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 ആവശ്യമായിട്ടുള്ളതുമായിട്ടുള്ള സകല അമെൻമെൻറ്റ്സ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ അമെൻമെൻറ്റ്സിനും നമുക്ക് ഈ ഒരു മെജോറിറ്റി, അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2 ആണ് ആവശ്യമായിട്ടുള്ളത്. സോ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി 3 മെജോറിറ്റിയാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ മെജോറിറ്റി, രണ്ടാമത്തെ മെജോറിറ്റിയാണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2. അതുകൂടാതെ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 ഉണ്ട്. ഇനി സിമ്പിൾ മെജോറിറ്റിയും സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 അല്ലാതുള്ള ബാക്കി എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിനും ഈ മെജോറിറ്റിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി സോ അതാണ് ഈ ഒരു മെജോറിറ്റി ആവശ്യമായിട്ടുള്ള ഒരു കേസ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 368 പ്രകാരം പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റ്സിന് ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2 ആണ് ആവശ്യമായിട്ടുള്ളത്. അടുത്തതാണ് റിമൂവൽ ഓഫ് ദി ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്. സോ സുപ്രീം കോർട്ടിലെ ജഡ്ജസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സോ സുപ്രീം കോർട്ട് ജഡ്ജസിനെയും അതുപോലെ തന്നെ ഹൈക്കോർട്ട് ജഡ്ജസിനെയും പിന്നെ CAG അല്ലെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സോ CAG ഓർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഇവരെയൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള പ്രൊവിഷൻസും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സുപ്രീം കോർട്ടിലെ ജഡ്ജസ്, അതുപോലെ തന്നെ ഹൈക്കോർട്ടിലെ ജഡ്ജസ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ഇവരെയൊക്കെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് പ്രകാരം ഇവരെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റിയാണ് ആവശ്യമായിട്ടുള്ളത്, അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2. സോ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2? ആ ഒരു ഹൗസിൽ, സോ ഏത് ഹൗസിലാണോ ഈ ഒരു പ്രൊസീഡിങ്സ് നടക്കുന്നത് ആ ഒരു ഹൗസിൽ പ്രസൻറ്റും വോട്ടിങ്ങും ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി. ആൻഡ് ഈ ഒരു 2/3 മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത്. ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50% എന്തായിരിക്കണം, കൂടുതലും ആയിരിക്കണം. സോ ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2. അടുത്തൊരു മെജോറിറ്റിയാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3.
സോ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3? സോ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് 2 പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടല്ലോ, അതായത് ഒരു ഹൗസിൽ പ്രസന്റും വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റി ആൻഡ് ആ 2/3 മെജോറിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ഹൗസിന്റെ ടോട്ടൽ സ്ട്രെങ്തിനേക്കാളും അതായത് ടോട്ടൽ സ്ട്രെങ്തിന്റെ 50%-നേക്കാളും എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. അതുകൂടാതെ അതായത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ കൺട്രിയിലുള്ള അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിൽ 28 സ്റ്റേറ്റുകളിൽ 50% സ്റ്റേറ്റെങ്കിലും അതായത് 14 സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബില്ലിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3. സോ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർലമെന്റ് 2 ഹൗസസിലും ഈ ഒരു ബില്ല് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബില്ല് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മെയിൻലി ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റി എവിടെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യുന്ന എന്തെങ്കിലും അമെൻമെൻറ്റ് ബിൽസ് ഉണ്ടെങ്കിൽ ആ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 ബേസിക്കലി ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മുടെ പാർലമെൻറ്റ് 2 ഹൗസസും അതായത് ലോക്സഭയിലും രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2 അതായത് ആ ഒരു ഹൗസിൽ പ്രസൻ്റ് ആയിട്ടുള്ളതും വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി ആൻഡ് ആ ഒരു 2/3 മെജോറിറ്റി ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50%-ൽ കൂടുതലായിരിക്കണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ഇന്ത്യയിലുള്ള 28 സ്റ്റേറ്റ്സിലെ 28 സ്റ്റേറ്റുകളിലെ പകുതി സ്റ്റേറ്റുകളിലെ ലെജിസ്ലേച്ചേഴ്സ് എങ്കിലും 50% സ്റ്റേറ്റുകളിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് എങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു ബില്ല് അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷനെ അക്സെപ്റ്റ് കൂടി ചെയ്യണം. അതാണ് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3. ഈ 2 മെജോറിറ്റീസും അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2ഉം സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3യും ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെൻമെൻറ്റ്സിനകത്താണ് എന്ത് ചെയ്തേക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 2 രീതിയിൽ അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ മെജോറിറ്റി അതായത് ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും, സിമ്പിൾ മെജോറിറ്റി മതി. അതായത് ഓരോ ഹൗസിലും പ്രസൻറ്റും വോട്ടിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ മെജോറിറ്റി കിട്ടിയാൽ മതി. എന്നാൽ ചില പ്രൊവിഷൻസ് അമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് സിമ്പിൾ മെജോറിറ്റി ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ഒഴികെ ബാക്കിയുള്ള പ്രൊവിഷൻസ് എല്ലാം അമെൻഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്. ആർട്ടിക്കിൾ 368 2 ടൈപ്പ് ഓഫ് അമെൻമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2 ആവശ്യമായിട്ടുള്ള അമെൻമെൻറ്റ്സ്. സോ ആ ഒരു ടൈപ്പ് ഓഫ് അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 ഹൗസസിലും 2/3 മെജോറിറ്റി ആ ഒരു ഹൗസിൽ പ്രസൻറ്റും വോട്ടിംഗും ആയിട്ടുള്ള മെമ്പേഴ്സിൻ്റെ 2/3 മെജോറിറ്റി എന്ത് ചെയ്യണം, ആ ഒരു ബില്ല് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പാസ്സാക്കണം. ആൻഡ് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ആ ഒരു ഹൗസിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ 50%-ൽ കൂടുതലായിരിക്കണം. അതായത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 2. അത് കൂടാതെ ചില കേസസിൽ അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ ക്യാരക്ടേഴ്സ് അമെൻഡ് ചെയ്യുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഫെഡറൽ ഇൻ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഫെഡറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനകത്തുള്ള എന്തെങ്കിലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും പവേഴ്സുമായിട്ടോ അല്ലെങ്കിൽ അതോറിറ്റീസുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അതും അല്ലെങ്കിൽ നമ്മുടെ 7th ഷെഡ്യൂൾ. സോ 7th ഷെഡ്യൂൾ എന്താണെന്നറിയാമല്ലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിലാണ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഇത് 3നെ കുറിച്ചുള്ള മെൻഷൻ ഉള്ളത്. അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ്. സോ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് ഈ 3 ലിസ്റ്റുകളും 7th ഷെഡ്യൂളിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ 7th ഷെഡ്യൂളിനകത്തുള്ള ഏതെങ്കിലും ലിസ്റ്റുകളിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ഓഫ് മെജോറിറ്റിയാണ് ആവശ്യമായിട്ടുള്ളത്. അതുകൂടാതെ ആർട്ടിക്കിൾ 368 അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ പാർലമെൻറ്റിനാണ്. ആൻഡ് അത് അമെൻഡ് ചെയ്യാനുള്ള പവറിനെ കുറിച്ച് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പവർ പാർലമെൻറ്റിനുണ്ടെന്ന് ആർട്ടിക്കിൾ 368 പറഞ്ഞിരിക്കുന്നത്. ആ ആർട്ടിക്കിൾ 368 അമെൻഡ് ചെയ്യണമെങ്കിലും അതായത് ആ ഒരു ആർട്ടിക്കിൾ 368 എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പോലും ഈ ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ടൈപ്പ് 3 ആണ് ആവശ്യമായിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെയിനായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെജോറിറ്റീസ്: സിമ്പിൾ മെജോറിറ്റി, ഇഫക്റ്റീവ് മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി. സോ ഈ മെജോറിറ്റീസ് എല്ലാം ഈ 4 ടൈപ്പ് ഓഫ് മെജോറിറ്റീസും
നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയുടെ പല ടോപ്പിക്സ് പഠിക്കുമ്പോഴും ഈ മെജോറിറ്റീസിനെ കുറിച്ചുള്ള മെൻഷൻസ് കാണും. അതായത് സിമ്പിൾ മെജോറിറ്റി ആവശ്യമാണ്. അതായത് ലോക്സഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാവണം, രാജ്യസഭയിൽ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാവണം, അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇങ്ങനത്തുള്ള ടേംസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കാണാനായിട്ട് സാധിക്കൂ. പക്ഷേ ഈ ടേംസിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ, അതായത് ഈ മെജോറിറ്റി എന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യില്ല, ചില ടൈമിൽ കാണില്ല. സോ ഇത്രയും മെജോറിറ്റീസിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പൊളിറ്റിയിലുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുമ്പോൾ ഈ ടൈപ്പ് ഓഫ് മെജോറിറ്റീസ് അല്ലെങ്കിൽ ഈ ടേംസ് സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, ഇഫക്റ്റീവ് മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, ഇതേപോലെയുള്ള ടേംസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെജോറിറ്റീസിനെ കുറിച്ച്. സോ ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെജോറിറ്റീസ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി പൊളിറ്റി റിവൈസ് ചെയ്യുമ്പോൾ ഈ മെജോറിറ്റീസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം മെജോറിറ്റീസ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന ടേംസ് എല്ലാം എന്താണെന്നുള്ള ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 4 മെജോറിറ്റീസും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. Thank you so much.